നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ പുതുവർഷഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങമാസം ആവുകയാണ്. ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെ വരുന്ന മലയാള പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് ചിങ്ങത്തിലാണല്ലോ ആരംഭിക്കുന്നത്. അപ്പോൾ ചിങ്ങം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് പൊന്നോണമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ് പൊന്നോണം. അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും എൻ്റെ പൊന്നോണ ആശംസകളോടെ നമ്മൾ ആരംഭിക്കാം. അതായത് നമ്മൾ എപ്പോഴും ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന അവസ്ഥകളല്ലാതെ ആ വർഷത്തെ നമ്മൾ പുതുവർഷം പറയുമ്പോൾ ആ പുതുവർഷ ആ സംക്രമത്തിൻ്റെ ചിങ്ങസംക്രമത്തിൻ്റെ ആ സമയത്തുള്ളൊരു ഗ്രഹനില നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്, അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിലുള്ള ശനിമാറ്റം, രാഹുകേതു മാറ്റം, വ്യാഴമാറ്റം, ഇതെല്ലാം നമുക്ക് അനുകൂലമായാലും ഈ വന്ന ജനറേറ്റ് ചെയ്തതിനകത്ത് ഏതെങ്കിലും ഗ്രഹങ്ങളുടെ അനിഷ്ടം ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. പൊതുവിൽ ഇപ്പോൾ തുലാക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം ചിത്രയുടെ 3-4 പാദം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ, 1, 2, 3 പാദങ്ങൾ. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ അതായത് മൊത്തത്തിൽ സമയം കൊള്ളാം എന്ന് തന്നെയാണ് നമ്മളെല്ലാം ഇതുവരെയുള്ള മാറ്റങ്ങളിൽ നിന്ന് മനസ്സിലായത്. കാരണം നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് കൊണ്ട് ശനി മാറി, രാഹുകേതു മാറി, വ്യാഴം മാറി. ഇതെല്ലാ മാറ്റവും തുലാക്കൂറുകാർക്കാണ് ഏറ്റവും അനുകൂലമായിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ സമയം മൊത്തത്തിൽ വളരെ നല്ലതാണ്. പക്ഷേ അപ്പോൾ മൊത്തത്തിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ധനപരമായിട്ട് ഒരുപാട് ചേഞ്ച് വരുന്ന സമയമാണ്. ധനം വരും. നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും നമ്മുടെ ജോലിയിലായിരുന്നാലും പുതുമയും ഐശ്വര്യവും പിന്നെ പുതിയ പുതിയ അവസരങ്ങളും വരുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സെലിബ്രിറ്റികൾ, ഇവർക്കെല്ലാം പുതിയ പുതിയ ചില അവസരങ്ങളും പുതിയ ചില ആശയങ്ങളും വരുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് പുതിയ ഫിനാൻസ് പാർട്ട്ണർഷിപ്പുകളോ അല്ലെങ്കിൽ പുതിയ പദ്ധതികളോ പുതിയ ചില ഈ നിലവിലുള്ളതിൻ്റെ കൂടെ തന്നെ പുതിയൊരു ബിസിനസ്സൂടെ തുടങ്ങാനൊക്കെയുള്ള അവസരങ്ങൾ വരുന്ന സമയമാണ്. ഇതെല്ലാം അനുകൂലമായിട്ട് തന്നെ നിൽക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചൊവ്വ 12ലേക്ക് വന്നു, നഷ്ടസ്ഥാനത്ത്. അപ്പം പുതിയ ഭൂമി വാങ്ങുക, പുതിയ പിന്നെ വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് പണിക്ക് ഇറങ്ങിത്തിരിക്കുക, ഇതൊന്നും സമയം അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡിലേ വരും പല കാര്യങ്ങളിലും. അല്ലെങ്കിൽ അത് നമുക്ക് അതിലൂടെ നമുക്ക് എന്താ പറയുക, സമയവും കഷ്ടനഷ്ടങ്ങളോ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ 12ൽ ചൊവ്വയായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിൽക്കുന്നവരും അധികം ഇതിനകത്ത് ഗുണം വരുന്ന സമയമല്ല. പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ ഗുണമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കിടന്ന എന്തെങ്കിലും പഴയ കേസോ വഴക്കോ അല്ലെങ്കിൽ കോടതി വഴിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു അല്പം കണ്ണടച്ച് കൊടുത്താൽ, വാശി കാണിക്കാതിരുന്നാൽ നമ്മളെ നിന്ന് ഒഴിഞ്ഞു പൊക്കോളും. അങ്ങനൊരു സമയമാണ്. പിന്നെ രണ്ടാമത്തേത്, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു അനിഷ്ടം എന്ന് പറഞ്ഞാൽ 11ൽ കേതു വന്നിട്ടുണ്ട്. കേതു എന്ന് പറയുമ്പോൾ നമ്മളതിന് ഒരു അനിഷ്ടം പറയണത് 11ലെ കേതു. ഇപ്പം നിങ്ങൾക്ക് അവിടെ ആദിത്യനും കൂടെയാണ്. കാരണം ചിങ്ങമാസമാണല്ലോ, എന്തായാലും ഒരു മാസത്തേക്ക് ആദിത്യനും കൂടെ അവിടെ നിൽക്കും. അപ്പോൾ 11ലെ കേതു ആകുമ്പോൾ കേതു എല്ലാം മുറിച്ച് വിടുന്ന ആളാണ്. അതായത് നമുക്കെല്ലാത്തിനും തൽക്കാലം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം സർക്കാർ കാര്യങ്ങളിൽ, അതായത് സർക്കാരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്നുള്ള പേപ്പർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും രേഖാപരമായ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അനുകൂലമാവുന്ന സമയമല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആദിത്യൻ ചിങ്ങം
നിന്ന് മാറുന്നവർ, അതായത് ഒരു കന്നി മാസം തൊട്ട് അനുകൂലം, അതുവരെയും അതിനുവേണ്ടി ശ്രമിക്കരുത്, ലോണിന് ശ്രമിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മാസത്തേക്ക് അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബുധൻ നല്ല സ്ഥാനത്താണ്, അതായത് 10ൽ കർമ്മസ്ഥാനത്താണ്. അതായത് ബുദ്ധിപരമായി ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. പഠനത്തിൽ പുതിയ പഠനങ്ങൾ നമുക്ക് വിജയിക്കും. ചില നമ്മൾ പഠനം പോലെ തന്നെ നമുക്ക് ചില പുതിയ പ്ലാനിങ്സ് ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ നാളേക്കുള്ള പ്ലാനിങ്സൊക്കെ നടത്തിയാൽ അത് വിജയിക്കുന്ന സമയമാണ്. ബിസിനസ്സിൽ പുതിയ പ്ലാനിങ്സ് നടത്താൻ പറ്റുന്ന സമയമാണ്. ഇങ്ങനെ നമ്മുടെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാതെ നടത്താൻ പറ്റിയ സമയം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇനി വേറൊന്നുകൂടെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 6ലാണ് ആര് നിൽക്കുന്നത്? ശനി. അപ്പോൾ ഈ 6ലെ ശനി ഒരു ഗുണമുള്ളത്, നമുക്ക് പല വഴികളിലൂടെ നമുക്ക് ധനവും ഐശ്വര്യം കൊണ്ടുതരും. എന്ന് പറഞ്ഞാൽ പല വഴി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവിഹിത മാർഗത്തിലൂടെ ചിലപ്പോൾ ധനം വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അവിടെയൊക്കെ കുറച്ച് ശ്രദ്ധ പുലർത്തണം. കാരണം നമുക്ക് വരുന്ന ധനം നമുക്ക് നാളെ നമുക്ക് മനക്ലേശമോ അനിഷ്ടമോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ സമയം കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ 5ലുള്ള സർപ്പനും അത്ര നന്നല്ല. 5ലെ സർപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബുദ്ധി, വിവേകം, മേധ ഈ സ്ഥാനത്താണ്. അവിടെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് അവർ അനിഷ്ടകരമായ കൂട്ടുകെട്ടുകൾ, അതായത് ദുശീലങ്ങളിൽ പെടുന്ന കൂട്ടുകെട്ടുകൾ വന്നു കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരോടൊപ്പം പുതുതായിട്ട് വരുന്ന റൂംമേറ്റ്സോ അല്ലെങ്കിൽ അവർ പുതിയ സ്ഥലത്ത് നിന്ന് താമസിക്കുന്നവരൊക്കെ നമ്മൾ നോക്കുക. അവർ പോകുന്ന വഴികളൊന്ന് വാച്ച് ചെയ്യുക. കൂടുതൽ അവരെ എന്താ പറയുക, ഒന്നിനും അഡിക്റ്റ് ആവാതെ സൂക്ഷിച്ച് പോവുക. പ്രത്യേകിച്ച് മൊബൈലായിരുന്നാലും ലഹരി വസ്തുക്കളായിരുന്നാലും പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ പഠനത്തിൽ അവർക്ക് വലിയ ദോഷം വരത്തുമില്ല, കുറച്ച് അനുഗ്രഹമുള്ള സമയമാണ്. ഇങ്ങനെ നമ്മൾ പൊതുവിൽ കുട്ടികളുടെ കാര്യത്തിൽ കുറേ ശ്രദ്ധ വേണം. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിജയമാണ്. എല്ലാ രീതിയിലും പുതുവർഷം നിങ്ങൾക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പുതുവർഷം, ഈ വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്നാൽ നിങ്ങളെ ജാതകാൽ ഈ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ ഇരിക്കുമെന്ന് കൂടി ഒന്ന് നോക്കുമ്പോഴേ അതിനകത്ത്, അതുപോലെ നമ്മളെ ദശാപകാരങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണം. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഫലം, ഗുണഫലം എത്ര വരും, അല്ലെങ്കിൽ എവിടെയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾ അറിയാനും വോയിസ് ക്ലിപ്പോ മെസ്സേജ് അയച്ചോളുക. ഞാൻ സമയം പോലെ അതിന് മറുപടി തന്നോളും. ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ജ്യോതിഷ കേരളി ചാനലിൽ നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടിനും പ്രപഞ്ചശക്തിയുടെ പേരിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും പുതുവർഷം ഐശ്വര്യവും നന്മയും തരട്ടെ. ഹരേ കൃഷ്ണ.